അർഹതപ്പെട്ടവർക്ക് ഭൂമിയുടെ രേഖകൾ നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 86,000 പേർക്ക് ഭൂമിക്ക് രേഖകൾ നൽകിയെന്നും മന്ത്രി കൽപ്പറ്റയിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ കൈവശരേഖ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 86,000 പേർക്ക് ഭൂമിയുടെ രേഖകൾ നൽകി. അടുത്ത 25,000 പേർക്കുള്ള പട്ടയ വിതരണം തയ്യാറായി കഴിഞ്ഞു. ജനുവരി 22-നകം ഈ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമപ്രശ്നങ്ങളിൽ കിടക്കുന്ന ഭൂമിയുടെ രേഖകൾ പരിശോധിച്ച ശേഷം എത്രയും വേഗം വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത 103 കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കൈവശരേഖ നൽകി. ഇതോടൊപ്പം വേളയിൽ 385 പേർക്കുള്ള പട്ടയവും വിതരണം ചെയ്തു. 126 LA പട്ടയവും 13 മിച്ചഭൂമി പട്ടയവും 246 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവുമാണ് വിതരണം ചെയ്തത്. പട്ടയമേളയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിവിടെ ഈ പട്ടയം നൽകുന്നത് ഉൾപ്പെടെ ഏതാണ്ട് 86,000 പേർക്ക് കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടയം കൊടുത്തു കഴിയുക. ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ OR കേളു, IC ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP നസീമ, കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സൺ സനിത ജഗദീഷ്, ഉഷാ തമ്പി, ജില്ലാ കളക്ടർ AR അജയ്കുമാർ, സബ് കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ദുരിതകാലത്തിന്റെ കണ്ണീർ മായ്ച്ച കൈവശരേഖ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നൂൽപ്പുഴ തിന്നൂർ പണിയ കോളനിയിലെ കറുത്തയും നൂൽപ്പുഴ തേതാർ കോളനിയിലെ ചൊറിച്ചിയും. മുത്തങ്ങ സമരത്തിന്റെ വർഷങ്ങളായുള്ള യാതനകൾക്കുള്ള സർക്കാരിന്റെ അംഗീകാരമായാണ് കൈവശരേഖ ഇരുവരും ഏറ്റുവാങ്ങിയത്. മുത്തങ്ങ സമരത്തിൽ പോലീസിന്റെ കൊടിയ മർദ്ദനമേൽക്കേണ്ടി വന്നവരാണ് കറുത്തയും ചൊറിച്ചിയും. വർഷങ്ങളായി തങ്ങൾ അനുഭവിച്ച കൊടിയ യാതനകൾക്കുള്ള സർക്കാരിന്റെ അംഗീകാരമായാണ് കൈവശരേഖ ഇരുവരും ഏറ്റുവാങ്ങിയത്. ഇവർക്കാർക്കും കയറിക്കിടക്കാൻ സ്വന്തമായി ഭൂമിയില്ല. ബന്ധുവീടുകളിലും കോളനികളിലുമായിരുന്നു ഇവർ അന്തിയുറങ്ങിയിരുന്നത്. ഭൂമിയില്ലാത്തതിന്റെ വേദനയ്ക്ക് അറുതി തേടിയിറങ്ങിയ സമരത്തിന്റെ ഓർമ്മകൾ ചടങ്ങിനെത്തിയവർ പരസ്പരം പങ്കുവച്ചു. മർദ്ദനത്തിനൊപ്പം പട്ടിണിയും കുടിവെള്ളം പോലും ലഭിക്കാത്ത ദിനങ്ങൾ എല്ലാം അതിജീവിച്ച് ഇവിടം വരെ എത്തുമ്പോൾ സന്തോഷമുണ്ടെന്നും ഇവർ പറയുന്നു. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ജില്ലയിലെത്തിയ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെ BJP പ്രവർത്തകരുടെ കരിങ്കൊടി. ബത്തേരിയിൽ യുവമോർച്ച പ്രവർത്തകരാണ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടി കാണിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കരിങ്കൊടി കാണിക്കൽ. ബത്തേരിയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെയാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. യുവമോർച്ച ജില്ലാ കൺവീനർ പ്രശാന്ത് മലവയലിന്റെ നേതൃത്വത്തിൽ 6ഓളം പ്രവർത്തകരാണ് ബത്തേരി ചുങ്കത്ത് വെച്ച് മന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടിയുമായി എത്തിയത്. തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ എത്തിയത്. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വയനാട് വിഷൻ, ബത്തേരി. കൽപ്പറ്റയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെ BJP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ജില്ലാ സെക്രട്ടറി PG ആനന്ദ് കുമാർ അടക്കം 3 പേരെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ കൽപ്പറ്റയിൽ റവന്യൂ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ പിണങ്ങോട് ജംഗ്ഷനിൽ വെച്ചാണ് BJP ജനറൽ സെക്രട്ടറി PG ആനന്ദകുമാർ, സെക്രട്ടറി സുബീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാട്ടിയത്. കരിങ്കൊടി കാട്ടിയ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും നടന്നു. അറസ്റ്റിലായ BJP പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം
സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനും വില്ലേജ് ഓഫീസുകൾക്ക് കഴിയണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ബത്തേരി കുപ്പാടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബത്തേരി മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്ത് പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വില്ലേജ് ഓഫീസുകളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി പരാമർശിച്ചത്. വില്ലേജ് ഓഫീസുകളിലെത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. ജില്ലയിലെ ഭൂരഹിതർക്കുള്ള പട്ടയ വിതരണം തുടരുമെന്നും ബത്തേരി ഫയർലാൻഡ് സീക്കുന്ന് പ്രദേശങ്ങളിലെ ഭൂമി പ്രശ്നം സർക്കാർ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജോലി ചെയ്യുന്ന ആളുകളുടെ സൗകര്യത്തോടൊപ്പം അവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണമെന്നുമാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ആ ജനങ്ങളെ പരമാവധി നമുക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ജനസൗഹൃദ ഓഫീസ് എന്ന നിലയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയൂ. ഒരു ജനസൗഹൃദ ഓഫീസ് എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹകരണവും അതിനുണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ AR അജയ്കുമാർ, ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ TL സാബു, കൗൺസിലർ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ ബത്തേരി. ദുരിതങ്ങൾക്ക് വിട. ഒടുവിൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസും സ്മാർട്ടായി. പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടൊപ്പം പൊതുജന സൗഹാർദ്ദത്തോടുകൂടിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ രൂപകൽപ്പന. കൽപ്പറ്റ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് 40 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത്. പൊതുജനങ്ങൾക്ക് വിശാലമായ ഇരിപ്പിടങ്ങളോടുകൂടിയ വെയിറ്റിംഗ് ഏരിയ, ശുദ്ധീകരിച്ച കുടിവെള്ള സൗകര്യം, അംഗപരിമിതർക്ക് കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിനായി ബാരിയർ ഫ്രീ റാമ്പ് സൗകര്യം, ഇവയെല്ലാം ഈ വില്ലേജ് ഓഫീസിൻ്റെ പ്രത്യേകതകളാണ്. ഹെൽപ്പ് ഡെസ്ക്, റെക്കോർഡ് റൂം, നെറ്റ്വർക്ക് കേബിളിംഗ്, UPS വർക്ക് സ്റ്റേഷൻ, ആധുനിക രീതിയിലുള്ള ഓഫീസ് ചെയർ, വിസിറ്റേഴ്സ് ചെയർ, റെക്കോർഡ് റൂമിലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കല്ലുപാകിയും പുല്ലുപിടിപ്പിച്ചും ഭംഗിയാക്കിയ മുറ്റം ഓഫീസ് കെട്ടിടത്തിന് മാറ്റുകൂട്ടുന്നു. കുഴൽക്കിണർ, മോട്ടോർ, വാട്ടർ ടാങ്ക് എന്നിവ അടക്കമുള്ള പ്ലംബിംഗ് സൗകര്യങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടോയ്ലറ്റുകളും കെട്ടിടത്തിലുണ്ട്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ കൽപ്പറ്റ സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. വാല്യുവേഷൻ പ്രകാരമുള്ള തുക അധികമായതിനാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ലേല നടപടികൾ തടസ്സപ്പെടുകയും നിർമ്മാണം തുടങ്ങാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നിർമ്മാണ ചുമതലയുള്ള നിർമ്മിതി കേന്ദ്രം തന്നെ കെട്ടിടം പൊളിച്ചു നീക്കി. തുടർന്ന് ഈ കൊല്ലം മാർച്ചിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. CK ശശീന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. പൊതുജന പങ്കാളിത്തമില്ലാതെ ബത്തേരിയിലെ കുപ്പാടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം. മന്ത്രി എത്തിയപ്പോൾ പോലും വേദിയിലും സദസ്സിലും കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘാടകർക്കെതിരെ MLAയുടെയും നഗരസഭാ ചെയർമാന്റെയും രൂക്ഷ വിമർശനം. പൊതുജന പങ്കാളിത്തം ഇല്ലാതെയാണ് ബത്തേരി കുപ്പാടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടകനായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വേദിയിലെത്തിയപ്പോഴും വേദിയിലും സദസ്സിലും നാമമാത്രമായ ആളുകളാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരെ എത്തിച്ചാണ് വേദിക്ക് മുന്നിലുള്ള കസേരകൾ നിറച്ചത്. ഈ വിഷയം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ MLA IC ബാലകൃഷ്ണനും നഗരസഭാ ചെയർമാൻ TL സാബുവും എടുത്തു പറഞ്ഞു. സംഘാടകരായ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് പൊതുജന പങ്കാളിത്തം കുറഞ്ഞതെന്നാണ് ആരോപണം. വില്ലേജ് ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി നേതാക്കളുടെ യോഗം ചേർന്ന് ബത്തേരിയിൽ സ്വാഗത സംഘം രൂപീകരിക്കുക പോലും ചെയ്യാത്തതിനെക്കുറിച്ചും ആരോപണമുയരുന്നുണ്ട്. വയനാട് വിഷൻ ബത്തേരി. സഹകരണ ബാങ്ക് ജീവനക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് തലപ്പുഴ തവിഞ്ഞാൽ 44-ലെ ബസ് സ്റ്റോപ്പിൽ പ്രത്യക്ഷപ്പെട്ട മാവോയിസ്റ്റ് പോസ്റ്ററുകൾക്കെതിരെ ഡെമോക്രാറ്റിക് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ പേരിൽ പോസ്റ്ററുകൾ. ജനാധിപത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങൾക്കറിയാം, അതിന് മാവോയിസ്റ്റുകളുടെ പിന്തുണ ആവശ്യമില്ല, ആയുധ വിപ്ലവവാദികൾ ജനാധിപത്യത്തിന്റെ ശത്രുക്കൾ എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളാണ് DPMന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനിതാ മതിലിന്റെ പേരുള്ള പണപ്പിരിവും ഭീഷണിയും അവസാനിപ്പിക്കണമെന്ന് മാനന്തവാടി മുനിസിപ്പാലിറ്റി UDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും വനിതാ മതിലിൽ പങ്കെടുക്കുന്നവർ വാഹന വാടക കൊടുക്കാൻ 500 രൂപ വീതം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വർഗീയ മതിലിനെ വിശ്വാസികളായ എല്ലാ സ്ത്രീകളും ചേർന്ന് പരാജയപ്പെടുത്തണമെന്നും കൗൺസിലർമാർ പറഞ്ഞു. വനിതാ മതിലിന്റെ പേരിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് വ്യാപകമായ പിരിവും അതിൽ പങ്കെടുക്കണമെന്ന് ഭീഷണിയുമാണ് കുടുംബശ്രീ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല അയൽക്കൂട്ടങ്ങളിൽ നിന്നും വാഹനത്തിൻ്റെ കൂലിയായി 500 രൂപ വരെ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പിരിവ് നൽകിയില്ല എങ്കിൽ അല്ലെങ്കിൽ വനിതാ മതിൽ പങ്കെടുത്തില്ല എങ്കിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടും. അതുപോലെ JLG ലോണുകൾ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല, കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാക്കും തുടങ്ങിയുള്ള ഭീഷണികളാണ് പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ വനിതാ മതിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീകൾക്കും ഒരു ആനുകൂല്യവും നഷ്ടപ്പെടില്ല. കാരണം ഇതൊരു രാഷ്ട്രീയമില്ലാത്ത ഒരു സംവിധാനമാണ് കുടുംബശ്രീ സംവിധാനം. ഈ കുടുംബശ്രീ സംവിധാനത്തെ CPM ദുരുപയോഗം ചെയ്യുന്നത് കർശനമായും UDF നേരിടും. ശബരിമലയിലെ ആചാരം തകർത്ത് ജാതീയമായി വർഗീയത പടർത്താൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നുവെന്ന് MLA K മുരളീധരൻ. CPMൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണം നൽകി തിരുനെല്ലി മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ നിലവിലെ ആചാരം നിലനിർത്താൻ ഉമ്മൻചാണ്ടി സർക്കാരാണ് കോടതിയിൽ സത്യവാങ് നൽകിയതെന്നും മുരളീധരൻ പറഞ്ഞു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 12 പേരാണ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത്. AICC അംഗം PK ജയലക്ഷ്മി, MLA IC ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ശബരിമല വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജയലക്ഷ്മി ഉൾപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് 2016 ഫെബ്രുവരി മാസത്തിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് നിലവിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. അത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും, ഹിന്ദു മതത്തിന്റെയും ക്രിസ്തു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നുള്ള നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാരിന്റെ വർഗീയ മതിലിനെ കേരള ജനത തള്ളിക്കളയുമെന്ന് KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ. ഭീഷണിപ്പെടുത്തി മതിലിന് ആളെ തികയ്ക്കുന്ന ഇടതുമുന്നണി സ്വയം ലജ്ജിക്കട്ടെ. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് എക്കാലവും മുന്നിലുണ്ടാകുമെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നടത്തിയ പാർട്ടി ജന്മദിനാഘോഷവും നവോത്ഥാന സദസ്സും പദയാത്രയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മണ്ഡലം പ്രസിഡന്റ് ബാബു പഴുപ്പത്തൂർ അധ്യക്ഷത വഹിച്ചു. പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 8 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തന്ത്രി ചാത്തനാട്ട് ഇല്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ വില്ലുചാരൽ, അന്നദാനം, സമൂഹ അഗ്നിഹോത്രം, രാത്രി ഇളനീർക്കാവ് വരവ്, കലാപരിപാടികൾ എന്നിവയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സീതാദേവി ലവകുശ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളാട്ട് തറയിൽ നടക്കുന്ന വെള്ളാട്ടോടുകൂടിയാണ് ഉത്സവ ചടങ്ങ് ആരംഭിക്കുന്നത്. വെള്ളാട്ടിൽ നിന്ന് അനുവാദം വാങ്ങിയ ശേഷം കുലകൊത്തൽ ചടങ്ങ് നടക്കുന്നു. നാളെ 28-ാം തീയതി 2 മണിക്ക് വീണ്ടും വെള്ളാട്ടുണ്ട്. 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വാൽമീകാശ്രമത്തിൽ ആചാര്യ ദർശനം. 2-ാം തീയതി രാവിലെ 8 മണിക്ക് അരിയറവ്. അന്യം നിന്നു പോകുന്ന ഗോത്രകലകളെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള ദൗത്യത്തിലാണ് സുരഭിക്കവല സ്വദേശിയായ KK ചന്ദ്രബാബു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളല്ലെങ്കിലും നാടൻപാട്ട് കലാകാരനായ ചന്ദ്രബാബുവിന്റെ കീഴിൽ ഗോത്രവിഭാഗത്തിൽപ്പെട്ട 15ഓളം കുട്ടികളാണ് പരിശീലനം നേടുന്നത്. പണിയ വിഭാഗത്തിൽപ്പെട്ട 15ഓളം കുട്ടികളാണ് ഇദ്ദേഹത്തിന് കീഴിൽ പരിശീലനം നേടുന്നത്. വർഷങ്ങളോളം ഗോത്ര സമൂഹത്തിന്റെ ആചാരങ്ങളെയും കലകളെയും കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇവ സ്വായത്തമാക്കാൻ കാരണമായതെന്നാണ് ചന്ദ്രബാബു പറയുന്നത്. ഗോത്രകലകൾ താൻ സ്വായത്തമാക്കിയെങ്കിലും ആദിവാസി വിഭാഗത്തിലെ പുതുതലമുറയ്ക്ക് അവരുടെ കലകൾ അന്യായമായി കൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവാണ് ചന്ദ്രബാബുവിനെ ഗോത്രകലയുടെ പരിശീലകനായി മാറ്റിയത്. ഗോത്രകലകൾ ആദിവാസി സമൂഹത്തിലെ കാരണവന്മാരിൽ നിന്ന് പഠിക്കുകയെന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ചന്ദ്രബാബു പറയുന്നു. ആഴ്ചയിൽ 2 ദിവസമാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഇതിനു വരുന്ന ചിലവ് ചന്ദ്രബാബു സ്വയം വഹിക്കുകയാണ്. ആദിവാസി വിഭാഗങ്ങളുടെ പരമ്പരാഗത കലാരൂപങ്ങൾ സംരക്ഷിക്കാൻ ട്രൈബൽ വകുപ്പ് പദ്ധതികൾ നടപ്പാക്കി സഹായങ്ങൾ നൽകണമെന്നാണ് നാട്ടുകലാകാരക്കൂട്ടം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ചന്ദ്രബാബു ആവശ്യപ്പെടുന്നത്. പണിയരുടെ വട്ടക്കളി, കമ്പളനാട്ടി തുടങ്ങിയ കലാരൂപങ്ങളും ഗോത്രഗാനങ്ങളുമാണ് ചന്ദ്രബാബു ഗോത്ര സമൂഹത്തിലെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. നാടൻ കലാരൂപങ്ങളായ കാളകളി, കുമ്മാട്ടി, പരുത്തോട്ടം എന്നിവയിലും പരിശീലനം നൽകുന്നുണ്ട്. വയനാട് നാട്ടറിവ് വാമൊഴിപ്പാട്ടുകൂട്ടം അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പാണിത്. നിലവിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗോത്രവിഭാഗങ്ങളുടെ കലാരൂപങ്ങളും അതുപോലെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കലാരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇപ്രാവശ്യം വളരെ ഗംഭീരമായ
തുടക്കമാണ് ഞങ്ങളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൽക്കളി അങ്ങനെ മൺമറഞ്ഞു പോയിരിക്കുന്ന ഒട്ടനവധി കലാരൂപങ്ങളെ നമ്മൾ പ്രാവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിഹേഴ്സലാണ് നടക്കുന്നത്. നാട്ടറിവ് വാമൊഴിപ്പാട്ടുകൂട്ടം എന്ന പേരിലാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ചന്ദ്രബാബുവിനെ കൂടാതെ EV ബാബു, KV ജോസ്, ബിനോ ജോൺ, KV സജേഷ് എന്നിവരും കുട്ടികൾക്ക് പരിശീലനം നൽകി നാട്ടറിവ് വാമൊഴി പാട്ടുകൂട്ടത്തിനൊപ്പമുണ്ട്. വയനാട് വിഷൻ, പുൽപ്പള്ളി. കേരള പ്രവാസി ഫെഡറേഷൻ വയനാട് ജില്ലാ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മാനന്തവാടി വ്യാപാരി ഭവനിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PP സുനീർ ഉദ്ഘാടനം ചെയ്യും. ബക്കർ പള്ളിയാൽ അധ്യക്ഷത വഹിക്കും. പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. പുതിയ ജില്ലാ കമ്മിറ്റിയും സമ്മേളനത്തിൽ രൂപീകരിക്കും. ചുരുങ്ങിയ 2 വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്ത പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജില്ലയിൽ വളരെ താമസിച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങൾ വിദേശത്തു നിന്ന് വന്ന ആളുകൾക്ക് കിട്ടാനുള്ള പ്രോവിഡൻറ്റ് ഫണ്ട്, ക്ഷേമനിധികളൊക്കെ കിട്ടാനുണ്ട്. അതിന് ഈ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വ്യാപാരി ഭവനിൽ ഒരു ജില്ലാ സമ്മേളനം, നമ്മുടെ ജില്ലാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പ്രവാസി നോർക്കയുടെ ഉദ്യോഗസ്ഥനായ ബാബുരാജ് സാറ് പങ്കെടുക്കുന്നുണ്ട്. പ്രളയാനന്തര നവകേരള സൃഷ്ടിക്കായി നാടൊന്നാകെ കൈകോർത്ത് നീങ്ങുമ്പോൾ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് മഹത്തായ ഒരു ദൗത്യ പൂർത്തീകരണത്തിന്റെ നിറവിലാണ്. നാഷണൽ സർവീസ് സ്കീമിന്റെ അഭയം പദ്ധതിയുടെ ഭാഗമായി പെരുന്തട്ടയിലെ ലക്ഷ്മി അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സംരംഭത്തിൽ പ്രധാന പങ്കാളിയായി നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. വാഹനമെത്താത്ത പാതയിലൂടെ 1/2 കിലോമീറ്റർ കാൽനടയായി ചുമന്നാണ് നിർമ്മാണ സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്ത് കുട്ടികൾ എത്തിച്ചത്. കൂടാതെ 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുട്ടികളുടെ ഈ മാതൃകാ പ്രവൃത്തി. നിരാലംബയായ ലക്ഷ്മിയമ്മ ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ 5 വർഷം മുമ്പാണ് വീട് പണി തുടങ്ങിയത്. പണമില്ലാതെ വീട് പണി മുടങ്ങിയതോടെ ഏറെ വിഷമത്തിലായ ലക്ഷ്മിയമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ആ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ പദ്ധതിയിടുന്നത്. ഡിസംബർ 22-ാം തീയതി പെരുന്തട്ട GUP സ്കൂളിൽ ആരംഭിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പ്രധാന പരിപാടിയായി ഭവന നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. SKMJ NSS യൂണിറ്റ് സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രവർത്തനമായിട്ടാണ് ഈ വീട് പണി ഞങ്ങൾ കണക്കാക്കുന്നത്. ശരി, ലക്ഷ്മിയമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരാലംബയായ ഒരു വയോധികയാണ് ലക്ഷ്മിയമ്മ. മക്കളില്ല, ഭർത്താവില്ല. തികച്ചും അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് ഈ വീട് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈ വീട് പണി ഇങ്ങനെ നിന്നു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതൊരു ഉൾപ്രദേശമാണ്. ഇവിടേക്ക് വണ്ടികൾ വരില്ല. അപ്പോൾ വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. മെയിൻ റോഡ് കുറേ അകലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനങ്ങൾ തലച്ചുമടായി വേണം ഇവിടെ എത്തിക്കാൻ. അങ്ങനെയാണ് കോൺട്രാക്ടർമാർ ഈ വർക്ക് ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ ഈ വർക്ക് ഞങ്ങൾ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ സപ്തദിന സഹവാസ ക്യാമ്പ് ഇവിടെ പെരുന്തട്ട സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 50ഓളം വിദ്യാർത്ഥികളാണ് വീട് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരെ സഹായിക്കാനായി അധ്യാപകരും PTA പ്രതിനിധികളും നാട്ടുകാരും സജീവമായി രംഗത്തുണ്ട്. സ്കൂൾ പ്രിൻസിപ്പാൾ A. സുധാറാണി, NSS പ്രോഗ്രാം ഓഫീസർ ഷാൽ KS, PTA പ്രസിഡന്റ് നൌഷാദ് PC എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. തീർത്ഥാടന കേന്ദ്രമായ പെരിക്കല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെയും വിശുദ്ധ എസ്തഫാനോസിന്റെയും 10 ദിവസം നീണ്ടുനിന്ന തിരുനാൾ സമാപിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് നടന്ന ആഘോഷമായ തിരുനാൾ റാസ ഫാദർ സോണി വടയാറുപറമ്പിൽ നേതൃത്വം നൽകി. തുടർന്ന് പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടത്തി. ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം കൽപ്പറ്റയിൽ വനിതാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. വനിതാ ശിശു വികസന ഓഫീസർ KH ലജിന ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സാക്ഷരത ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി മേഖലാ പരിശീലനം സംഘടിപ്പിച്ചു. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ടൈസം ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പൈലി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശോഭാരാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP വത്സൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രശേഖരൻ, ജോൺ മാസ്റ്റർ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാനന്തവാടി ബ്ലോക്കിന്റെ കീഴിലുള്ള പ്രവർത്തകർ ചെയ്യുന്നുണ്ട്, അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു സാക്ഷരതയാണല്ലോ ഭരണഘടനാ സാക്ഷരത. അത് നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും മഹനീയമായ മഹത്വമായ ഒരു ഭരണഘടനയാണ് അംബേദ്കർ എഴുതി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. പക്ഷെ നമ്മളെപ്പോഴും അതിങ്ങനെ ഭരണഘടന എന്ന് പറയുക എന്നല്ലാതെ സാധാരണക്കാരിലോ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കോ ഈ ഭരണഘടന എന്താണ്
സാധാരണക്കാരൻ എന്താണ് അത് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ഡൽഹിയിൽ വെച്ച് നടന്ന ദേശീയ ജൂനിയർ സ്കൂൾ കായികമേളയിൽ 2 ഇനങ്ങളിൽ മെഡലുകൾ നേടിയ എടവക ഗ്രാമപഞ്ചായത്തിലെ പുതിയടംകുന്നിലെ അനു മാത്യുവിന് പുതിയടംകുന്ന് നിവാസികൾ സ്വീകരണം നൽകി. വാർഡ് മെമ്പർ മനു കുഴുവേലിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCS ചെയർപേഴ്സൺ പ്രിയ വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് അനുവിന്റെ മാതാപിതാക്കളെയും ആദരിച്ചു. റോഷൻ മാത്യു, കെ ഭാസ്കരൻ, ഇന്ദിരാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പകരം കമ്മ്യൂണിറ്റി അടുക്കളയുണ്ടാക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചകത്തൊഴിലാളി സംഘടന HMSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് NO ദേവസ്യ ധർണ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പല കാര്യങ്ങളും പിടികിട്ടിയത് അവര് ഒരു സ്വയം സേവനം എന്ന നിലയ്ക്കാണ് ഈ മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി സ്കൂളുകളിലേക്ക് വന്ന കാലത്ത് അവർക്ക് ആരും ഒരു പ്രതിഫലവും കൊടുത്തിരുന്നില്ല. കൊയിലേരി ഉദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വള്ളിയൂർക്കാവിൽ നടന്നുവരുന്ന ഉദയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓഫീസ് ഉദ്ഘാടനം പ്രമുഖ മലയാളി വ്യവസായികളായ അരുൺ ഗ്രൂപ്പ് ചെയർമാൻ ജോയ് അറക്കൽ, ഋഷി ഗ്രൂപ്പ് ചെയർമാൻ ജോസഫ് ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ടൂർണമെന്റിനോടനുബന്ധിച്ച് നിർധനരായ 6 പെൺകുട്ടികളുടെ സമൂഹ വിവാഹവും മറ്റിതര ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും. കേരളത്തിലെ പ്രമുഖ താരങ്ങളും ടീമുകളും ഉദയ ഫുട്ബോളിൽ അണിനിരക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പ്രഭാകരൻ മാസ്റ്റർ, എച്ച് ഗോപി, കടവത്ത് മുഹമ്മദ്, P ഷംസുദ്ദീൻ, കമ്മന മോഹനൻ, ഷാജി തോമസ്, KG സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു.